കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. അദ്ദേഹം നാളെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജി സമർപ്പിക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഡൽഹിയിലായിരിക്കില്ല, കേരളത്തിലേക്കായിരിക്കും. കേരളത്തിൽ നിന്ന്, കോട്ടയം ജില്ലയിൽ നിന്ന് BJP-യിലൂടെ അതുപോലെ തന്നെ യുവമോർച്ചയിലൂടെ ഒക്കെ തന്നെ വളർന്നു വന്ന് യാതൊരു ലാഭേച്ഛയുമില്ലാതെ പാർട്ടിക്ക് വേണ്ടിയും ഒക്കെ തന്നെ പ്രവർത്തിച്ച്, ജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ച് കിട്ടിയ ആ ഒരു അംഗീകാരമാണ് അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം. അദ്ദേഹത്തിന് തുടർന്നും കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എന്തോ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറിച്ച് ഒരു തീരുമാനമാണ് എടുത്തത്. അദ്ദേഹം ജനങ്ങളെ സേവിക്കുന്നതിനും പഴയ പൊതുപ്രവർത്തന മേഖലയിലേക്ക് മടങ്ങി വരുന്നതിനും കേരളത്തിലേക്ക്, നാട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് ഉടൻ കൈമാറും. നാളെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. ദേശീയ തലത്തിലോ കേരളത്തിലോ എന്ന കാര്യം പാർട്ടി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് വിവരം. രാജ്യസഭ MP സ്ഥാനത്ത് നാളെ കാലാവധി അവസാനിക്കുന്ന ജോർജ് കുര്യൻ നാട്ടിലേക്ക് മടങ്ങും എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. മൂന്നാം മോദി സർക്കാരിൽ 2024 ജൂൺ 9 ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം വകുപ്പ് സഹമന്ത്രിയായി ജോർജ് കുര്യൻ ചുമതലയേറ്റത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ, ദേശീയ നിർവാഹക സമിതി അംഗം, കോർ കമ്മിറ്റി അംഗം, പാർട്ടി വക്താവ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ജോർജ് കുര്യൻ O. രാജഗോപാൽ നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ആ ഒരു പൊതുപ്രവർത്തന മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള, അല്ലെങ്കിൽ പാർലമെൻ്ററി രംഗത്തുള്ള ആ ഒരു പരിചയവും ഒക്കെ തന്നെ തീർച്ചയായിട്ടും BJPക്ക്, കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ഒക്കെ ഗുണകരമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃപാഠവും ഒക്കെ തന്നെ കേരളത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജോർജ് കുര്യൻ കേരളത്തിൽ എത്തി ഇവിടെ പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ, പാർട്ടിക്ക് കൂടുതൽ ശക്തി പകരാനായി പ്രവർത്തിക്കും. അതിനുള്ള കഴിവ് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിലക്കുകളൊക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ മതപരമായ വിലക്കുകൾ, അദ്ദേഹം ഒരു റോമൻ കാത്തലിക് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നിന്നും അതുപോലെയുള്ള ആ ഒരു മേഖലകളിൽ നിന്നൊക്കെ ശക്തമായ എതിർപ്പ് ഉണ്ടായിട്ടും, കുടുംബത്തിൽ നിന്ന് വരെ ശക്തമായ എതിർപ്പ് ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയതയ്ക്കൊപ്പം യുവമോർച്ചയിലായാലും ABVP-യിലായാലും അതുപോലെ തന്നെ BJP-യിലായാലും ഒക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹം തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ BJP നേതൃത്വത്തിനും പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലെ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ തന്നെ ഒരു ഊർജ്ജമായിരിക്കും. സ്തുത്യർഹമായ പ്രവർത്തനമാണ് മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കാഴ്ചവെച്ചത്. ന്യൂനപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ സഹമന്ത്രിയായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടു. ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൊണ്ട് പല സഹായങ്ങളും ചെയ്യാൻ സാധിച്ചു എന്നതും ഒരു സത്യമാണ്. അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വന്ന് കൂടുതൽ ഊർജ്ജസ്വലതയോടെ കേരളത്തിലെ പാർട്ടിക്ക് വേണ്ടി പാർലമെൻ്ററി രംഗത്ത് അല്ലെങ്കിൽ പോലും സാധാരണ പ്രവർത്തകനായി അദ്ദേഹം അങ്ങനെ തന്നെയാണ് കടന്നു വന്നത്. അദ്ദേഹം സാധാരണ പ്രവർത്തകനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസ്ഥാനം 2024 ലഭിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേൽക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുകയും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് സ്തുത്യർഹമായ, ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം തുടർന്ന് കേരളത്തിൽ, ശ്രീ ജോർജ് കുര്യൻ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നാളെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കുന്നു. അദ്ദേഹം നാളെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജി സമർപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങും എന്ന് തന്നെയാണോ, അതോ ഇനിയിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ആണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ള ചില സംശയങ്ങൾ ഉണ്ട്. സാധ്യതകൾ അദ്ദേഹം നാട്ടിലേക്ക് തന്നെ മടങ്ങാനാണ്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മന്ത്രിസ്ഥാനം, അദ്ദേഹം ആ സഹമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വളരെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്തു എന്നത് നമ്മൾ തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്.